നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇപ്പോൾ ഒരു വിവാദ വിഷയം, അതായത് ഈ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് സാറുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തുന്ന ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ്. നമുക്കറിയാം, വളരെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ വളരെ കഴിവുള്ള ഒരു മജീഷ്യനാണ് ഗോപിനാഥ് മുതുകാഡ്ജി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ, അതിന്മേൽ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ഇതെല്ലാം കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു മറുവശം ഇതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോൾ അദ്ദേഹം ഒരു ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, അതായത് ഡിസബിൾഡ് മാത്രമല്ല, എന്തെങ്കിലും കാര്യത്തിൽ ഒരു കലാപരമായി കഴിവ് കൂടിയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടി അദ്ദേഹം ഒരു സ്ഥാപനം നടത്തുകയും അവർ കുറേ പരിപാടികളൊക്കെ അവതരിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവിടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ അദ്ദേഹത്തിനെതിരെ ചില വിവാദ പരാമർശങ്ങൾ നടത്തിയതാണ് ഒന്ന്. രണ്ട്, മുമ്പ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ അദ്ദേഹത്തിനെതിരെ ചില കാര്യങ്ങൾ പറയുകയും അതിൽ ചില തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറയുകയും ചെയ്തതാണ് വിവാദം കൂടുതൽ വഷളാവാൻ കാരണം. അദ്ദേഹം ഇങ്ങനെ ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ഇതുവരെ ഭംഗിയായിട്ട് നടത്തുന്നു എങ്കിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇപ്പോൾ സ്ഥാപനം എന്ന് മാത്രമല്ല, ഇപ്പോൾ ചില അനാഥാലയങ്ങളായാലും അല്ലെങ്കിൽ ചില ഈവൻ ഒരു ഹോസ്പിറ്റലായാലും ഒരു ചാനലായാലും ഈവൻ ഇപ്പൊ നമ്മളിപ്പോൾ ഒരു സിനിമയായാലും എന്തായാലും ഒരു കാര്യം ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. അതിന് ഒരുപാട് എഫർട്ട് വേണം. മറിച്ച് അങ്ങനെ ഒരു കാര്യത്തിന്റെ മറവിൽ ഒരു ദൈന്യതയുള്ളവന്റെ, ഒരു ഗതികേടുള്ളവന്റെ അവശതയെ മുതലെടുക്കാനോ അല്ലെങ്കിൽ അവരെ മുന്നിൽ വെച്ച് പണം ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ വേറെ തന്നെ ഒരു വിഷയമാണ്. അത് സംഭവം നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തെന്നുള്ളതൊക്കെ പിന്നീട് വരുന്ന വിഷയമാണ്. ഞാൻ ഇന്നലെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ദേഷ്യം പിടിച്ച് പറയുന്നതിനിടയിൽ പറയുന്ന ഒരു വാക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ വാക്ക് ശരിയാണോ, ആ വാക്ക് ശരിയാണോ എന്നൊക്കെ പലരും ചോദിക്കാം. പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ പറയുന്നു, ഗതികേട് കൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ ആക്ഷേപിക്കരുത്, അപമാനിക്കരുത്. ഇത് എല്ലാവർക്കും, ഒരാൾക്ക് തന്നെ എല്ലാവർക്കും ബാധകമാണ്. ഒരു സ്ഥാപനം അദ്ദേഹം നടത്തിക്കൊണ്ടുവന്നുവെങ്കിൽ അതിനൊരു വിലയുണ്ട്. അത് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിൽ തന്നെയുള്ളൂ ഒരു സ്ഥാപനം നമുക്ക് അങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശിക്കുന്ന ആളുകൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാൻ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു സെലിബ്രിറ്റി ലെവലുള്ള ഒരാൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം വലുതായിട്ട് എന്തോ ഒരു ആളുകളെ ബുദ്ധിമുട്ടിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തോട് ഏതെങ്കിലും രീതിയിൽ സഹായങ്ങൾ ചോദിച്ചു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയോടെ അവരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ മുതലെടുക്കാം എന്ന് കരുതി അവരുടെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ, അത് അവരിൽ നിന്ന് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച കാര്യം ആ വ്യക്തി ചെയ്തു തരാതിരിക്കുകയോ ചെയ്യുമ്പോഴും ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറും. ഞാൻ എൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ പറയുകയാണ്. മുമ്പ് എന്നോടൊരു തയ്യൽ മിഷൻ, ഞാനിങ്ങനെ എൻ്റെ കഴിവിനനുസരിച്ചാണ്, അവൻ്റെ കഴിവിനനുസരിച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് ഇങ്ങനെ ഒരു തയ്യൽ മിഷൻ തരുമെന്ന് വളരെ ഭവ്യതയോടെ ചോദിക്കുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ ഇപ്പോൾ സിനിമയൊക്കെ ഓൺലൈൻ റിലീസൊക്കെ ആകുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടാൻ കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടൊക്കെ എനിക്ക് എൻ്റെ ചാരിറ്റിയെല്ലാം വളരെ പുറകിലാണ് പോകുന്നത്. അപ്പം ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അവർ വിചാരിച്ച് അവർ പറയുന്ന കളവാന്ന് ചിന്തിച്ച് ഞാൻ കൊടുക്കാതിരിക്കുന്നതെന്ന് വെച്ചിട്ട് അവരുടെ വീടിൻ്റെ അവസ്ഥ ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് വീണ്ടും ഇതൊക്കെ ഇട്ടു. അവർ പറഞ്ഞ് വളരെ ഡിസ്റ്റർബിങ് കേസായിട്ട് തോന്നി. എന്തായാലും ഞാൻ പഠിച്ചിട്ടേ ചെയ്യുന്നുള്ളത് വേറെ വിഷയം. പക്ഷേ എനിക്ക് ആ സമയത്തേക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, തൽക്കാലം ഞാനത് നോട്ട് ചെയ്ത് വയ്ക്കാൻ വേണം, ഞാനത് കയ്യിൽ പൈസയുള്ള സമയത്ത് നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആ സ്ത്രീ, നിങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നതല്ലേ, എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്താൽ എന്തുകൊണ്ട് ചെയ്ത് തരുന്നില്ല എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു, അവന് വേറെ ഒന്നും പറയാനില്ല. ഞാൻ മനസ്സിലാലോചിച്ചപ്പോൾ നമ്മളൊരാളോടൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ അവരുടെ അടുത്ത് പൈസ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ആ വ്യക്തി നമ്മളോടുള്ള ഇതിൽ അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് ഞാനൊന്നും മറ്റുള്ളവരെന്ന് പലരും നമ്മളെയൊക്കെ സഹായിക്കാറുണ്ടെന്നല്ലാതെ മറ്റുള്ളവരെ നിന്ന് കിട്ടുന്ന മാത്രം എടുത്ത് കൊടുക്കില്ലല്ലോ നമ്മളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യം. അപ്പോൾ അവർ വളരെ ഇതിൽ എന്തുകൊണ്ട് തരുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് പിന്നീട് സംസാരിച്ചത്. ഞാനത് വിട്ടു. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു സെലിബ്രിറ്റി ലെവലിലുള്ള ഒരാൾക്ക് ഒരു ശത്രു ഉണ്ടാവണമെങ്കിൽ അയാളെ ഏതെങ്കിലും രീതിയിൽ മുതലെടുക്കാൻ നോക്കി ആ മുതലെടുപ്പ് നടന്നില്ലെങ്കിലും പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു വശമാണ് കേട്ടോ. ഇവരെ കേസ് എന്താണെന്ന് എനിക്കറിയില്ല.
ഇനി ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിന്റെ ഒരു മറുവശം ഞാൻ പറയാം. ഞാൻ മുമ്പ് കുറച്ച് വർഷം മുമ്പ് ഒരു അനാഥാലയത്തിൽ പോയിരുന്നു. വളരെ കഷ്ടപ്പെട്ട് നടത്തുന്ന കുറെ പ്രായമായ ആളുകളെയൊക്കെ നോക്കുന്ന ഒരു അനാഥാലയം. അപ്പൊ അവിടുത്തെ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ മുമ്പൊക്കെ പല ആളുകളും അവനവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയൊരു പൈസ ഇതേപോലുള്ള അനാഥാലയങ്ങൾക്ക് മാറ്റിവെക്കുമായിരുന്നു. പക്ഷേ ഈയിടെയായി ഇപ്പത്തൊക്കെ ട്രെൻഡെല്ലാം മാറിയതുകൊണ്ട് ഇപ്പൊ അധികം ചാരിറ്റി, നന്മമരങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അവര് വൃക്ക രോഗികൾ, കാരണം അതെന്തോട്ടെ, അപ്പൊ വൃക്കൊക്കെയാണല്ലോ സ്കോപ്പ് കൂടുതൽ. അപ്പൊ ഇങ്ങനത്തെ രോഗികൾ അവരുടെ ദയനീയാവസ്ഥ കാണിച്ചുകൊണ്ട് വീഡിയോ ഇടുകയും ഈ സാധാരണഗതിയിൽ അനാഥാലയങ്ങൾക്ക് കൊടുക്കുന്ന പൈസ എല്ലാ മാസവും കൊടുക്കുന്ന ആളുകൾ ഇപ്പൊ അങ്ങനെ കൊടുക്കാറില്ല. അധികം ഇങ്ങനത്തെ ചാരിറ്റി നന്മമരങ്ങൾക്കാണ് അവർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം സോഷ്യൽ മീഡിയ ലെവൽ വന്നപ്പോഴേക്കും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പല അനാഥാലയങ്ങളും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവര് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. അതൊരു ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ചാനൽ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നെ ഒരു എഫർട്ടുണ്ട്. അതിന്റെ അർത്ഥം ആ എഫർട്ടിനെ മറ്റുള്ള പാവങ്ങളെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഈ വിവാദങ്ങൾ വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു പ്രമുഖ വ്യവസായി അദ്ദേഹത്തിന് 1 കോടി രൂപ കൊടുത്തിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഈ വിവാദമൊക്കെ ഉണ്ടാകുന്നത്. ബാക്കി എന്താന്നുള്ളത് ശരിക്കും ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് മോശം അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുന്ന സ്റ്റാഫ് എന്തുകൊണ്ട് ഇത്രയും വർഷമായി പറഞ്ഞില്ല എന്നൊക്കെ എന്റെ സംശയമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അത് ആ വഴിക്ക് തന്നെ വിടുന്നു. അപ്പൊ ഒരാളുടെ എഫർട്ടിനെ കാണാതിരിക്കരുത്, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി അതല്ല, അദ്ദേഹത്തിന് വല്ല തെറ്റും അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എനിക്കൊരു തെറ്റുപറ്റി എന്ന് പറയുന്നതിലും ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ ആരും ദൈവങ്ങളോ മാലാഖമാരോ ഒന്നുമല്ല. ചിലപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും തെറ്റൊക്കെ പറ്റാം. ഒന്ന്, അതേസമയം ഒരാള് ഒരു തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുക, അതാണ് നമ്മളൊരു മാപ്പർഹിക്കാത്ത തെറ്റാവുന്നുള്ളൂ. അല്ലാണ്ട് ചില കാര്യങ്ങളിൽ ബൈ ചാൻസ് ചില കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ എന്ന് കരുതി പിന്നെ അങ്ങനെ, അല്ലെങ്കിൽ ചില ചെറിയ സ്വാർത്ഥ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അതിന്റെ ഭാഗമായിട്ടൊക്കെ ചില തെറ്റുകൾ വരാം. അതേസമയം ബോധപൂർവം ചിലർ തെറ്റ് ചെയ്യുന്നുണ്ട്. ആ തെറ്റ് മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. വിവാദങ്ങൾ അത് അതിന്റെ വഴിക്ക് പോട്ടെ. അദ്ദേഹത്തിന്റെ കർമ്മങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. കാരണം നമ്മൾ ചലിച്ചുകൊണ്ടേ ഇരിക്കണം. ഒരു ക്ലോക്കായാലും ഒരു മനുഷ്യനായാലും ഓടുന്ന സമയത്തെ അതിന് വിലയുണ്ടാവും. അത് നിന്ന് കഴിഞ്ഞാൽ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. സോ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം ഒരു ഇന്നവരെ നമ്മളെവിടെയും കേരളത്തിൽ കേൾക്കാത്ത ഒരു സംഭവമാണ്. അദ്ദേഹം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം അദ്ദേഹം ഒരു സ്ഥാപനം ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുള്ളിലൂടെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, അതിന് പണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ, കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് പിന്നീടുള്ള വിഷയമാണ്. അപ്പോൾ ഇത്രയും കാലം ഇല്ലാത്തൊരു വിഷയം പെട്ടെന്ന് വരുന്നു. ചിലപ്പോൾ ചിലർക്ക് പറയാനുള്ള പേടിയോ അങ്ങനെ സംതിങ് എന്തെങ്കിലുമൊക്കെ വരാം. എന്തായാലും ആ വിവാദം ഇത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിടില സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.